ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തിലെ 197-ാമത്തെ ദിവസമാണ്. ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നതായ കൃപാവരങ്ങൾക്ക് വേണ്ടി രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് ഉറങ്ങുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ആഹാരം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴും ഒക്കെയും അവനെ നമ്മൾ സ്തുതിക്കുകയും അവൻ തന്നിട്ടുള്ളതായ കൃപാവരങ്ങൾക്ക് വേണ്ടി നന്ദി പറയുകയും ചെയ്യുന്നവരായിരിക്കണം. അപ്പോൾ നമ്മൾ അനുഗ്രഹീതരായിരിക്കും. ഇന്ന് 569-ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. ഇന്നത്തെ ധ്യാന വിഷയം കൗദാശിക മാനവികത എന്താണ്? കൗദാശിക മാനവികത എന്ത് ആണ്? ദൈവത്തിലുള്ള സമ്പൂർണമായ സമർപ്പണവും വിശ്വാസ പ്രഖ്യാപനവുമാണ് ആരാധന. ഇത് ദൈവ സാന്നിധ്യ ബോധത്തിലുള്ള അർത്ഥപൂർണമായ പങ്കാളിത്തവും സംവേദനവുമാണ്. ദൈവവും മനുഷ്യ സമൂഹവും സമസ്ത പ്രപഞ്ചവും ക്രിസ്തുവിൽ ഒന്നാകുന്ന ദിവ്യാനുഭവത്തിൽ കാലദേശ അതിർത്തികൾ ഭേദിക്കുന്നു. ദൈവസന്നിധിയിൽ സ്വർഗീയ ഗണങ്ങൾക്കൊപ്പമുള്ള ആന്തരിക സൗന്ദര്യം അനുഭവിച്ചറിയുവാനുള്ളതാണ് ആരാധന. മനുഷ്യ അസ്തിത്വവും നിലനിൽപ്പും ദൈവത്തിൽ നിന്നുള്ളത് എന്ന യാഥാർത്ഥ്യം ആരാധനയിൽ അംഗീകരിക്കുകയും മനുഷ്യ ബന്ധങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പ്രകൃതി ബന്ധങ്ങളും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു. വാങ്ങിപ്പോയവരും ജീവനുള്ളവരും ഉൾച്ചേരുന്ന കൗദാശികാനുഭവത്തിൽ സമസ്ത മാനവികതയും ഏകയോഗമായി തീരുന്നു. മനുഷ്യ ജീവിതത്തിന് ശുദ്ധീകരണവും ആത്മീയ പുതുക്കവും പ്രദാനം ചെയ്യുന്ന ആരാധന കൃപയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സാക്ഷാത്കാരമാണ്. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായുടെ രചനയിൽ വെളിപ്പെടുന്ന കൗദാശിക ആത്മീയത സമസ്ത മനുഷ്യരാശിക്കും സൃഷ്ടി സമൂഹത്തിന് മുഴുവനായും ലക്ഷ്യമാക്കണമെന്ന് പഠിപ്പിക്കുന്നു. ദിവ്യബലിയിൽ അധിഷ്ഠിതമായ ജീവിത രീതിയിൽ സർവ്വസമൂഹവും ഉൾക്കൊള്ളുന്നുവെന്നും സാമൂഹിക ബന്ധങ്ങളിൽ കൗദാശിക അനുഭവത്തിൽ നിന്നും ആർജിക്കുന്ന നന്മകളെ പ്രതിഫലിപ്പിക്കണമെന്നും വ്യക്തമാക്കുന്നു. ഇതിനെ കൗദാശിക മാനവികത എന്ന് പ്രബോധിപ്പിക്കുന്നു. ദൈവ സന്നിധിയിൽ അർപ്പിക്കപ്പെടുന്ന ആരാധനയിൽ സർവസൃഷ്ടിയും പ്രപഞ്ചവും ഉൾക്കൊള്ളുന്നു. പ്രപഞ്ചോൽപത്തി മുതൽ യുഗാന്ത്യം വരെയുള്ള തലമുറകളെ ഉൾക്കൊള്ളുന്ന ദർശനമാണ് ആരാധനയുടെ അന്തസത്ത. ഭൂത വർത്തമാന ഭാവി കാലത്തിൻ്റെ സമന്വയം പൗരസ്ത്യ ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്നു. കാലാതീതമായ ഈ കാഴ്ചപ്പാടിനെ പൗലോസ് മാർ ഗ്രിഗോറിയോസ് സമസ്ത സമൂഹം എന്ന് വിശേഷിപ്പിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാനും സമൂഹത്തിൻ്റെ വേദനകളിൽ സർഗാത്മകമായി ഇടപെടാനുമുള്ള കരുത്താണ് കൗദാശിക മാനവികതയുടെ അർത്ഥവും പൊരുളും. അർത്ഥപൂർണമായ കൗദാശിക ജീവിതത്തിലൂടെ ലഭ്യമാകുന്ന ആത്മീക അനുഭവം സ്നേഹത്തിലും നീതിയിലും ത്യാഗത്തിലും അടിസ്ഥാനമിട്ട കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ കൗദാശിക മാനവികത പൊതുസമൂഹത്തിൽ യാഥാർത്ഥ്യമാകും. ആകാശത്തിലും ഭൂമിയിലുമുള്ള അതിവിശിഷ്ടമായ സമൂഹത്തിൽ പങ്കാളിയാണെന്നുള്ള ബോധം മനുഷ്യന് ലഭിക്കുമ്പോഴാണ് ആരാധന സാർത്ഥകമാകുന്നത്. പൗലോസ് മാർ ഗ്രിഗോറിയോസ് എഴുതുന്നു, കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന മാനസിക ചികിത്സയല്ല ആരാധന. യഥാർത്ഥ ആരാധന ശുദ്ധീകരണം മാത്രമല്ല നിറവേറ്റുന്നത്, സത്യത്തെ ആത്മാവിൽ നേരിടുമ്പോൾ മനുഷ്യന് ഉപബോധ തലത്തിൽ രൂപാന്തരം വന്നു ചേരുന്നു. മനുഷ്യൻ മറുരൂപപ്പെടുന്നു എന്നാണ്. മനുഷ്യൻ പരിമിതവും വ്യക്തിഗതവുമായ ചിന്താഗതികളിൽ നിന്നും വിമോചനം നേടി പരിശുദ്ധാത്മ കൃപയിൽ ക്രിസ്തു ബലിക്കൊപ്പം സ്വയം ബലിയായി സമർപ്പിക്കപ്പെടുന്ന ദർശനമാണ് ആരാധനയിൽ ശക്തിപ്പെടേണ്ടത്. ദിവ്യബലിയിൽ അധിഷ്ഠിതമായ മാനവികത ക്രിസ്തുവുമായുള്ള ഏകീഭാവമാണ്. ക്രിസ്തുവിൽ വസിച്ച് ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുകയാണ് ലക്ഷ്യം. ക്രിസ്തു ബലിയോട് താതാത്മ്യപ്പെട്ട് ആത്മയാഗമായി നീതിയിലും ശാന്തിയിലും ജീവിക്കുമ്പോൾ സമൂഹത്തിൽ കൗദാശിക മാനവികതയെ വെളിപ്പെടുത്തുവാൻ കഴിയും.
സമസ്ത സൃഷ്ടിയെയും ഉൾക്കൊണ്ട് ആരാധനയിൽ നിന്നും ആർജിക്കുന്ന ദിവ്യപ്രകാശം സമൂഹത്തിൽ ആത്മപരിത്യാഗത്തോടും പരിശുദ്ധിയോടും നിർവഹിക്കുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദമാണ് ദിവ്യബലിയിൽ അധിഷ്ഠിതമായ മാനവികത. സർവസൃഷ്ടിയെയും മനുഷ്യരാശിയെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ദൈവാഭിമുഖ്യത്തിൽ വളർന്ന് നന്മയും നീതിയും സ്നേഹവും യാഥാർത്ഥ്യമാക്കുന്ന ദൈവരാജ്യ അനുഭവമാണിത്. സ്വാർത്ഥതയും അഹന്തയും അധികാരവും ഭൗതിക ആസക്തിയും അതിൽ ഇടം നേടുന്നില്ല. ദൈവം സ്നേഹം വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയുടെയും കാരുണ്യത്തിന്റെയും നീതി നിർവഹണത്തിന്റെയും ആത്മാവിൽ സമാധാനം സൃഷ്ടിക്കുന്ന ആത്മീയ ദർശനമാണിത്. ക്രിസ്തു ശരീരവുമായുള്ള ജൈവബന്ധം അവിഭാജ്യമായി നിലനിർത്തുന്നതിനാൽ ദിവ്യബലിയിൽ തനതായ വ്യക്തിത്വത്തെക്കാൾ സംഘാതമായ വ്യക്തിത്വമാണ് ലഭ്യമാകുന്നത്. ഇത് മനുഷ്യനെ ദൈവത്തോടും സർവപ്രപഞ്ചത്തോടും സമസ്ത സമൂഹത്തോടും സമന്വയിപ്പിക്കുന്നതാണ്. ദിവ്യബലിയിൽ അധിഷ്ഠിതമായ മാനവികതയിൽ ദൈവ മനുഷ്യ പ്രപഞ്ച ബന്ധം സമഗ്രം സംഘാതവുമാക്കുന്നു. അതായത് ദിവ്യ ബലിയിൽ അധിഷ്ഠിതമായ മാനവികതയിൽ ദൈവ മനുഷ്യ പ്രപഞ്ച ബന്ധം സമഗ്രം സംഘാതവുമാക്കുന്നു. നന്മയിൽ പ്രകാശിതമാകുന്ന മാനവികതയിൽ ആത്മപരിത്യാഗവും ലാളിത്യവും നീതിയും സാമൂഹിക പ്രതിബദ്ധതയും ഉൾക്കൊള്ളുന്നു. ദിവ്യ ബലിയിൽ നിന്ന് ആർജിക്കുന്ന സുതാര്യവും നീതിപൂർവമായ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളാണ് സഭയുടെ കർമ്മ പദ്ധതി. ദിവ്യ സംസർഗത്തിലൂടെ ദൈവസ്വരൂപത്തിന്റെ പൂർണ്ണതയിലേക്ക് വളരുവാൻ കഴിയുന്ന കൗദാശിക മാനവികത വിശുദ്ധിയും ലാളിത്യവും പകരുന്ന മനുഷ്യത്വമാണ്. ഇത് എപ്പോഴും ആത്മത്യാഗത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കും. സത്യവിശ്വാസം ദൈവത്തിന് ശരിയായി സ്തുതി സമർപ്പിക്കുന്നതും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതുമാണ്. സഭയിലെ എല്ലാ വിശ്വാസികളും ഈ വിശ്വാസത്തിന്റെ കാവൽ ഭടന്മാരാണ്. ആരാധന അനുഷ്ഠാനങ്ങൾ ബാഹ്യ മോടികളിലും താള സംഗീത ലയങ്ങളിലും അത്യാകർഷകമാകുമ്പോൾ വിസ്മരിക്കപ്പെടുന്നത് കൗദാശിക ആധ്യാത്മികതയും വിശുദ്ധിയുടെയും നന്മയുടെയും നിറവിലേക്ക് ഉയരുന്ന മാനവിക സങ്കല്പങ്ങളുമാണ്. ആയതിനാൽ നാം എപ്പോഴും ദൈവത്തിൽ ദാസിയായി അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം ജീവിക്കുന്നുവെങ്കിൽ കൗദാശിക മാനവികത എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും. അവൻ കാണിച്ചു തന്നതായ ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യുകയും അതിന് പ്രകാരം പ്രവർത്തിക്കുകയും നമ്മളുടെ വിചാരവും നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും ഒരേ രീതിയിൽ ആണെങ്കിൽ ദൈവം നമ്മിൽ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യും എന്നതിന് രണ്ടഭിപ്രായമിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ സംഹരിക്കട്ടെ. ദൈവം നമ്മളെ കാത്തു സംരക്ഷിക്കും. നന്ദി, നമസ്കാരം.